ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് കുക്കറിലോട്ട് വഴുതനങ്ങയും കുറച്ച് കപ്പലണ്ടിയും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ? അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു മസാല ഒന്ന് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു സവാള ഒന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലുതാണെങ്കിൽ ഒരു തക്കാളി എടുത്താൽ മതി. ഞാൻ ചെറുതായിട്ട് 2 എടുത്തേ ഉള്ളൂ. ഇനി അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയുടെ കഷ്ണം എടുത്ത് ഒന്ന് 2-3 ആയിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഒരു 5-6 വെളുത്തുള്ളി അല്ലിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു അരക്കപ്പോളം തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാവേ. വളരെ കുറച്ച് മാത്രം കപ്പലണ്ടി ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ ഈ കപ്പലണ്ടിക്ക് പകരം കാഷ്നട്ട് വേണമെങ്കിൽ ചേർക്കാവേ. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതും കൂടെ ചേർത്തിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളും കൂടെ ചേർക്കണം. ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അതാണ്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് ഒന്നങ്ങ് മാറ്റി വയ്ക്കാവേ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നമ്മളിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു കുക്കർ ഒന്ന് എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോഴേ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോഴേ വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 3 കത്രിക്ക എടുത്തിട്ട്, കത്രിക്കയെന്ന് വഴുതനങ്ങ എന്നൊക്കെ പറയുവേ, എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത്, അത്യാവശ്യം വലുതായിട്ട് തന്നെയാണ് കട്ട് ചെയ്തേക്കുന്നത്, എന്നിട്ടൊന്ന് വഴറ്റി എടുക്കാവേ. അപ്പോൾ ഈ കത്രിക്കയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണേ. ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോഴേക്കും ഈ കത്രിക്കയൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് വഴറ്റി എടുത്തിട്ട് ഈ പരുവം വരെയൊക്കെ ഒന്ന് വഴറ്റി എടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് മാറ്റി വെച്ചേക്ക് നമ്മുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കണേ. ഈ മസാല മിക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്തിട്ട് ഇനി ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണേ. അപ്പോഴേ നമ്മൾ ഇതിൽ ചേർത്തേക്കുന്ന സവാളയും തക്കാളിയും ഒന്നും അതിൻ്റെ പച്ചമണമൊന്നും കളയാതെ അങ്ങ് ഡയറക്റ്റ് ചേർത്തേക്കല്ലേ. അപ്പം അതൊന്ന് തിളച്ച് അതിൻ്റെ പച്ചമണമൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരണേ. ആ എണ്ണയൊന്ന് തെളിഞ്ഞ് വരണം. ഇപ്പൊ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പിലും താഴെയായിട്ട് കുറച്ച് പുളിവെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇത് അത്യാവശ്യം ഇത് കുറുകിയിരിക്കുന്ന ഒരു ടൈപ്പ് കറിയാണ് കേട്ടോ. ഒരുപാട് അങ്ങ് വെള്ളത്തോടെ ഇരിക്കുന്ന കറിയൊന്നും അല്ല, നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം കൊണ്ട് ഇട്ട് കൊടുക്കാം. ഉപ്പും ചേർത്തിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2 വിസിൽ കേൾക്കുന്നവരെയും ഒന്നങ്ങ് വേവിച്ചെടുക്കാവേ. അപ്പോഴിത് അവിടെ ഇരുന്നൊന്ന് വേവട്ടെ. ഇപ്പോൾ 2 വിസിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് ഓപ്പൺ ആക്കിയതാണ്. നല്ല കറി നമ്മൾ അടിപൊളിയായിട്ട് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീനൊന്നും കിട്ടാത്തപ്പോൾ വഴുതനങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ. വീഡിയോ ആവുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ തരണേ. അപ്പോൾ ഇനിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.